ഹായ് ഗൈസ്, ഇത് ഞങ്ങളുടെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസിന്റെ രണ്ടാമത്തെ റൂട്ട് യാത്രയാണ്. അപ്പോൾ വെൽക്കം ടു റൂട്ട് 2. മോഡേൺ മാൻഡ്രിഡ് കാണിച്ചു തരാനായിട്ടാണ് മാൻഡ്രിഡ് മോഡേൺ എന്ന് പറഞ്ഞിട്ടുള്ള റൂട്ട് 2 യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. റൂട്ട് 1 അവസാനിച്ച് നമ്മൾ മോഡേൺ മാൻഡ്രിഡ് കണ്ടു കഴിഞ്ഞ ശേഷം റൂട്ട് 2വിലേക്ക് പോവാനുള്ളത് വേറെ ബസ്സാണ്. ആ ബസ്സിലേക്ക് നമ്മൾ കയറേണ്ടതായിട്ടുണ്ട്. ഇതിലും നമുക്ക് 17ഓളം സ്ഥലങ്ങൾ കാണിച്ചു തരുന്നതാണ് കേട്ടോ. എക്സ്ട്രാ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആദ്യമേ എടുത്ത ടിക്കറ്റ് തന്നെ മതി. ഇതിൽ കുറെ സ്ഥലങ്ങൾ നമ്മൾ കണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്ന സന്ത്യാഗോ ബെർണാബു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഡിയം ആണ് കേട്ടോ. ഇവിടെ വന്നപ്പോ കുറച്ചു നേരം അവരിവിടെ നിർത്തിയൊക്കെ ഇട്ടു. മതിയാവോളം സ്റ്റേഡിയം കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തായാലും പടുകൂട്ട് സ്റ്റേഡിയം ആയിരുന്നു. ഈ സ്റ്റേഡിയം ഒന്ന് വിസിറ്റ് ചെയ്യണമെങ്കിൽ 35 യൂറോ എൻട്രി ഫീസ് ഉണ്ട്. ഫുട്ബോൾ തലക്കി പിടിച്ച ആൾക്കാരൊന്നുമല്ല ഞങ്ങൾ രണ്ടുപേരും. കാശുള്ള ഒരു സമയത്ത് പോയി കാണാം. എന്തായാലും പുറത്തു നിന്നുള്ള വ്യൂസ് അടിപൊളിയാണ് കേട്ടോ. മാൻഡ്രിഡിൽ വന്നിട്ട് സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പുറത്തു നിന്നൊക്കെ സ്റ്റേഡിയം കണ്ടിട്ടുണ്ട്. അതാണ് ദീ കാണുന്നത്. അന്തരീക്ഷം പതുക്കെ ഡാർക്കായി തുടങ്ങി. തണുപ്പ് കൂടുന്ന സമയങ്ങളിൽ 5 മണിയായി കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് അവസ്ഥ. റൂട്ട് 2വിലെ യാത്ര പ്ലാസ നെപ്റ്റ്യൂണിൽ നിന്നാണ് ആരംഭിച്ചത്. ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിൽ എത്ര രൂപയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 22 യൂറോയ്ക്ക് ടിക്കറ്റ് കിട്ടും. പക്ഷെ ഒരു സംഭവം ഉണ്ട്, ബസ് കയറുന്ന റൂട്ടിൽ നിന്ന് തന്നെയാണ് ഓൺലൈനായിട്ട് എടുക്കുന്നതെങ്കിൽ അത് 25 മാറും. അല്ലാതെ ഓഫ്ലൈനായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ അത് 28 യൂറോയിലേക്ക് മാറും. ചില സന്ദർഭങ്ങളിൽ 30 യൂറോ വരെ ആകാറുണ്ട്. ഞങ്ങൾ തൊളേദോയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോ 22 യൂറോ ആയിരുന്നു. പക്ഷെ പ്ലാസ ദി നെപ്റ്റ്യൂണിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ 22 എന്നുള്ളത് 25 മാറി. ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ മാൻഡ്രിഡ് യാത്ര അവസാനിച്ചു. മോഡേൺ മാൻഡ്രിഡും ഓൾഡ് മാൻഡ്രിഡും ഒക്കെ കണ്ടു കഴിഞ്ഞു. ഏറ്റവും മുകളിൽ തണുത്ത് വിറച്ച് വിറങ്ങലിച്ചാണ് ഞങ്ങൾ ഇരുന്നത്. നല്ല തണുപ്പുണ്ട് ഗൈസ്, ഒരു രക്ഷയില്ല. ബസ് 2 നിലയാണെങ്കിലും താഴത്തെ നിലയിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണെന്നേ. ലൈഫിൽ വൺസ് ഇൻ എ ടൈം ഇതുപോലത്തെ യാത്രകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ നല്ലതാണ്. ടോട്ടൽ 2 മണിക്കൂറോളം എടുക്കും ഓൾഡ് മാൻഡ്രിഡും മോഡേൺ മാൻഡ്രിഡും കാണാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും മാൻഡ്രിഡ് സിറ്റി ടൂർ എന്ന് പറഞ്ഞിട്ടുള്ള പൂതി അങ്ങോട്ട് അവസാനിച്ചു. മാൻഡ്രിഡിൽ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും മാൻഡ്രിഡിനെ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ സിറ്റി ടൂർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ബൈ.